ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും മുത്തശ്ശനോടും ബാക്കിയുള്ളവരെല്ലാവരോടും കൂടി തുറന്നു പറയുകയാണ്. മുത്തശ്ശ, ഞാൻ ഓരോരോ പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നന്ദുവിനെ തന്നെയാണ്. ഇപ്പോഴും നന്ദു തന്നെയാണ് എൻ്റെ മനസ്സിൽ. അന്ന് നിങ്ങളോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. അനാമികയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ ആ സമയത്ത് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷേ എൻ്റെ വാക്കൊന്നും കേൾക്കാനായിട്ട് ആരും തയ്യാറായില്ല. എന്നിട്ട് അനാമികയെ എൻ്റെ തലയിലേക്ക് നിങ്ങളെല്ലാവരും കൂടി വെച്ച് കിട്ടി തന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങളുടെ ഇടയിൽ വഴക്കും വക്കാണങ്ങളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ തനി സ്വഭാവം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ഇതിനെന്നോട് നിർബന്ധിക്കരുത്. എനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. അവന്തികയെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഞാൻ ഓരോരോ പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നന്ദുവിനെ തന്നെയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ജാനകിക്ക് വന്ന കലി. ജാനകിയാണെങ്കിൽ എടാ നീ ഇത്രയ്ക്കും പറയാൻ ധൈര്യം ആയില്ലേടാ നിനക്കെന്നും പറഞ്ഞുകൊണ്ട് അനിയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കണം. എന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശനോട് ചാടി എണീറ്റിട്ട് ജാനകി നിർത്ത്, ജാനകി നീ എന്തേ കാണിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞത് കേട്ടില്ല അച്ഛാ. അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല. അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഇഷ്ടമൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? നന്ദുവിനെ ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തണമെന്നാണോ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അപ്പോഴേക്കും ഈ ദേവയാനി ആണെങ്കിൽ മോനെ, എന്നാലും ഈ ഒരു മുഹൂർത്തത്തിൽ തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയണമായിരുന്നോ? അതൊന്നും വേണ്ടായിരുന്നു മോനെ. പിന്നെ ഞാൻ എപ്പോഴേ പറഞ്ഞതാ ഈ കാര്യങ്ങൾ മുഴുവനും. എന്നിട്ട് എൻ്റെ മനസ്സ് ആർക്കെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചോ? ഇപ്പോൾ ഗതി കെട്ടിട്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിലൊക്കെ ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്ത് ഈ ഒരു കാര്യത്തിന് നിങ്ങൾ എൻ്റെ സപ്പോർട്ട് നിൽക്കണം. എനിക്ക് ഒരിക്കലും അവന്തികയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അവധിയെ കല്യാണം കഴിച്ച് അനാമികയുടെ പോലെ തന്നെ ജീവിതം നയിക്കാനാണോ? എന്നിട്ട് വഴക്കായി പിന്നെ ഡിവോഴ്സായി അങ്ങനെ വേണമെന്നാണോ? ഇനിയും എൻ്റെ ഒരു ജീവിതത്തിലേക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണ് കടന്നു വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് അനി തറപ്പിച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മോനെ അനി, നീ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ എല്ലാവരോടും കൂടി തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ നിശ്ചയം ഏതായാലും നടക്കില്ല എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അച്ഛാ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ, കുറച്ച് മുമ്പ് നന്ദു എന്നെ വിളിച്ചായിരുന്നു. എന്നിട്ട് നന്ദുവിനോടൊരു കാര്യം പറഞ്ഞു. അനാമികയുടെ അച്ഛനും അമ്മയും കൂടി നന്ദുവിൻ്റെ മുന്നിൽ ചെന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടത്രേ. എത്രയും പെട്ടെന്ന് അനിയെ വന്ന് അറസ്റ്റ് ചെയ്യണമെന്ന്. കാരണം ഡിവോഴ്സ് ആകാതെ അനിയുടെ നിശ്ചയം നടത്താനായിട്ടാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷാർഹമല്ലേ? അതുകൊണ്ട് അനിയെ വന്ന് അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടാണ് നന്ദു എന്നോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനാണ് നന്ദു എന്നോട് നേരത്തെ വന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നിശ്ചയം നടത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചേർന്നൊരു കാര്യമല്ല. പക്ഷേ എങ്ങനെയാണ് അവർ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു കൊടുക്കാനൊക്കെ പലരും ഉണ്ടാവുമല്ലോ, അതൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ ജാനകിക്കാണെങ്കിൽ ആകെ അരിശവും വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിശ്ചയം നടത്താനായിട്ട് പറ്റില്ല എന്നും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുകയാണ്. ഇനി എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അവന്തിക മോളോട് എങ്ങനെ പറയുന്നതെന്ന് പോലും എനിക്കറിയില്ല. അവളും ആകെ സങ്കടമായിരിക്കും. പക്ഷെ അവൾക്ക് സങ്കടമാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞല്ലേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ജാനകിയാണെങ്കിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞേക്കാം. നിങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഇവൻ്റെ മനസ്സിലെ ഇഷ്ടവും ഇവനും പറഞ്ഞു. പക്ഷേ ഇനി ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം പറയാം. എന്നെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇവൻ ആ നന്ദുവിനെയും കൂട്ടി ഈ കുടുംബത്തേക്ക് വരാനാണ് ഇവൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ നടക്കില്ല അത്. എടാ നീ ഒരു കാര്യം ചിന്തിച്ചോ? നിന്റെ മനസ്സിൽ നന്ദു ആണെങ്കിൽ നന്ദുവിനെ കല്യാണം കഴിക്കാനാണ് നിന്റെ താല്പര്യമെങ്കിൽ, പക്ഷേ അതിനു മുമ്പ് വേറൊരു ചടങ്ങും കൂടി നീ ഇവിടെ കാണേണ്ടി വരും. അത് വേറൊന്നുമല്ല, നീ നന്ദുവിനെയും കല്യാണം കഴിച്ച് വരുമ്പോൾ ഫാനിൽ കെട്ടിത്തൂങ്ങി ആടുന്ന നിന്റെ അമ്മയായിരിക്കും നീ കാണാനായിട്ട് പോകുന്നത്. എൻ്റെ ശവം കണ്ടിട്ട് മതിയടാ നീ നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ ജാനകി ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് പോവാണ്. എനിക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ. എന്തൊരു ഗതികേടാണ്, എന്തൊരു കഷ്ടകാലമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നീ അതൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട. നിനക്കിപ്പോൾ താല്പര്യമില്ലെങ്കിൽ അവന്തിയെ നീ കല്യാണം കഴിക്കണ്ട. ഞാൻ അവന്തിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും ആലോചിക്കണം. അത്രയും മാത്രമേ ഈ മുത്തശ്ശന് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോവുക. പിന്നീട് കാണിക്കുന്നത്
ഈ അവന്തികയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ജലജ. അപ്പം ജലജ ഇങ്ങനെ ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കയറി വരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് എന്താന്നേ, ഇവിടെ എത്ര നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എന്നിട്ട് ഒരെണ്ണം പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. നയനയാണെങ്കിലും ദേവയാനിയാണെങ്കിലും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ജലജെ, അവരെല്ലാം ഇങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു സംഭാഷണം നടന്നത്. സംഭാഷണോ? എന്ത് സംഭാഷണം? അത് പിന്നെ ജലജെ, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. അനി ഞങ്ങളോടൊന്ന് സംസാരിച്ചുമായിരുന്നു. അനിക്ക് അവന്തികയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. ഇത് കേട്ട അവന്തിക ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും ജലജ പറയാണ്, അതച്ഛാ അവൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അച്ഛനല്ലേ പറഞ്ഞത്, അവൻ പറയുന്നൊന്നും കാര്യമൊക്കെ നിൽക്കണ്ട, ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ജലജ, ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷേ ചില കാര്യങ്ങളും കൂടി വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അതായത് നന്ദുവിൻ്റെ അടുത്ത് ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ഈ അനാമികയുടെ അച്ഛനും അമ്മയും കയറി ചെന്നായിരുന്നു. അവൾക്കൊരു കംപ്ലൈൻറ്റ് കൊടുത്തു, അനിയെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്, ഡിവോഴ്സ് നടക്കാതെ ഈ നിശ്ചയം നടക്കാനായിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ നന്ദുവാണ് എന്നോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത്. എങ്ങനെ അവന്തികയും ഒക്കെ അറിഞ്ഞു വെച്ചാ? അതെങ്ങനെ അറിഞ്ഞു എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, പക്ഷേ ഇവിടെയുള്ളവർ തന്നെ ആയിരിക്കും ഒറ്റ കൊടുത്തത്. അവരായിരിക്കും. ആ നന്ദുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കളിയായിരിക്കുള്ളത്. നീ ഒന്നും മിണ്ടാതിരിക്കും ജലജെ. അതുമാത്രമല്ല, അനിയനോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു. അനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന്. അനിയുടെ മനസ്സിൽ ഓരോരോ പെണ്ണുള്ളു, അത് നന്ദുവാണെന്നും കൂടി ഞങ്ങളോട് തുറന്നു പറഞ്ഞു അനി. ഇത് കേട്ടാ ജലജയും അവന്തികയും ആകെ വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. ഓഹോ, അത് ശരി, അപ്പോൾ ഇത്രത്തോളമായി കാര്യങ്ങളൊക്കെ അല്ലേ? അച്ഛൻ, ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞല്ലേ ആ നന്ദുവാണ് അനിയുടെ മനസ്സിലെന്ന്. അപ്പം അതൊന്നും നിങ്ങൾ വിശ്വസിച്ചില്ല. നിങ്ങളപ്പോൾ എൻ്റെ മോളെ കരിവാക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് കാണിച്ചു കൂട്ടി. ദേ ജലജെ, എന്തൊക്കെ വന്നാലും ഇനി ഈ നിശ്ചയം നടക്കാനായിട്ട് പോകുന്നില്ല മോളെ അവന്തികയെ. നിനക്കിതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറയാം. അങ്ങനെ എല്ലാവരും കൂടി ഹാളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവന്തികയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജലജ ആശ്വസിപ്പിക്കുന്നുണ്ട്, ജാനകിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. മോളെ നീ കരയല്ലേ മോളെ, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പോൾ അതായിരുന്നു എന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ മോളെ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരുങ്ങാനും പിടിക്കാനും ഒക്കെ കാരണം. എന്ത് ചെയ്യാനാ, ഇവരൊക്കെ ക്രൂരന്മാരാണ്, ഇവരുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്നൊക്കെ ഈ പറയാം. എല്ലാത്തിനും കാരണക്കാരെ വന്നില്ലേ, അതേ കനകയുടെ ഭർത്താവും ഒക്കെയാണ് ഇതിനെല്ലാത്തിനും കാരണം. അവരൊക്കെ കൂടി ചേർന്നാണ് ഈ പദ്ധതികളെല്ലാം ഒളിപ്പിച്ച് വെച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ നമ്മുടെ നയനക്കാണെങ്കിൽ അരിശയം വരികയാണ്. ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ നിശ്ചയം മുടങ്ങാനുള്ള കാരണക്കാരൊന്നും എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കാനായിട്ട് നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ? നിങ്ങൾക്കതിനൊരു യാതൊരു അധികാരവും ഇല്ലെന്ന് പറയണം. എടി നീ കൂടുതൽ കിടന്ന് ഷോ കാണിക്കല്ലേ, നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്കറിയാം. അനിയത്തിയെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും, പക്ഷെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ദേ, എൻ്റെ അനിയത്തിനെ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പോലും ഒരു നിശ്ചയം നടക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. അതിനിടയ്ക്ക് കയറി നിങ്ങൾ അതും പറയാനായിട്ട് നിൽക്കരുതെന്ന് പറയാണ്. പറയോടി, ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊക്കെ ഞങ്ങൾ പറയും. എൻ്റെ മോളുടെ സങ്കടം കാണാനായിട്ട് ആരും ഇല്ലല്ലോ. അപ്പോൾ ദേവയാനിയും ആദർശം വരികയാണ്. അപ്പോൾ എന്താ ഇവിടെ കാര്യം? ദേ ഏട്ടത്തി, ഇത് കണ്ടോ, ഇവളും ഇവളുടെ അമ്മയും ഒക്കെ ചേർന്നിട്ടാണ് ഈ നിശ്ചയം മുടങ്ങാനുള്ള കാരണം. ഇവളുടെ അനിയത്തിയും കൂടി കൊണ്ടുവരണം. കനകം, നിന്റെ മനസ്സിലിരിപ്പൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കനകം. നീ നിന്റെ 2 മക്കളെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചു, ഈ നിന്റെ 3ാമത്തെ പെണ്ണിനെയും കൂടി ഇങ്ങോട്ട് പറഞ്ഞയക്കണം. എന്നിട്ട് സുഖമായിട്ട് ഇവിടെ സ്വത്തുക്കളൊക്കെ ആസ്വദിച്ച് കഴിയണം. എടി നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് പറയാം. അപ്പോഴേക്കും ഈ ഗോവിന്ദൻ പറയണം, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾക്കിത് അറിയാനും കൂടി പാടില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. എടോ, താൻ എപ്പോഴും ഇങ്ങനെ ഒരു കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണല്ലോ. തനിക്ക് നിർത്താനായില്ലേ? കുമ്പസാരിച്ച് എല്ലാവരുടെ മുന്നിൽ പാവത്താൻ അങ്ങോട്ട് ചമയും, അതാണല്ലോ തൻ്റെയൊക്കെ താല്പര്യം. അല്ലാതെ വേറൊന്നും നിങ്ങൾ തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ അറിയാടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെയും കിടന്ന് അപമാനിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കലി വരികയാണ്. നിർത്ത്, ഇനിയും സംസാരിച്ചു പോകരുത്. അനിയുടെ മനസ്സിൽ നന്ദു ആണെന്ന് അനി തന്നെയാണ് തുറന്നു പറഞ്ഞത്. ഇനി ദേ ആദർശേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. ഈ അവന്തികയുടെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്, ഈ നിശ്ചയം മുടങ്ങിയതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്നാലും ഉറപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം, ഇനി അനിയെ ഉപദേശിക്കാനായിട്ട് ഞാനില്ല. അവൻ്റെ ഇഷ്ടം എന്താണോ അതേപോലെ തന്നെ നടക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ജലജ പറയാണ്, കണ്ടോ
കണ്ടോ അവളുടെ മനസ്സിലിരിപ്പ് കണ്ടോ? അപ്പം ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ. അപ്പം നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. നന്ദുവിനെയും അനിയുടെയും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. അതിൽ ഞങ്ങൾക്കൊരു എതിർപ്പ് ഉണ്ടാകാനായിട്ട് ഇനി പോകുന്നില്ല. അപ്പോഴേക്കും ഈ ജാനകി ചോദിക്കണം, ആദർശേ നീ എന്താണ് നീ കേൾക്കുന്നില്ല ഇത്? നയന പറയുന്നതോട് നീ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ എന്താണോ പറയുന്നത് അതിനോട് യോജിക്കാനാണ് എനിക്കും താല്പര്യം. അവൾ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാണ് നിങ്ങൾ കിടന്ന് അപമാനിച്ചു കൂട്ടിയത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നന്ദുവിനെ പോലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാതിരുന്നത്. എന്നിട്ട് നിങ്ങളിപ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ മാത്രം കാര്യങ്ങളെല്ലാം നടക്കില്ലല്ലോ. ഞാനും കൂടി വിചാരിക്കണ്ടേ? അവൻ്റെ അമ്മയായ ഞാനും കൂടി വിചാരിക്കണം അവൻ്റെ കല്യാണം നടക്കണോ വേണ്ടെന്നൊക്കെ. ഇനി ഇതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല മോളെ അവന്തിക്ക്. നീ സങ്കടപ്പെടേണ്ട മോളെ. നീയാണ് എൻ്റെ മരുമകൾ. അതിൽ കൂടുതൽ കവിഞ്ഞൊന്നും വേറെ ആരും ഇങ്ങോട്ട് കടന്നു വരാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും കനകവും ഗോവിന്ദനും ആണെങ്കിൽ ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നയനയും പുറകെ പോവുകയാണ്. അപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ എൻ്റെ മരുമോളെ ഗർഭിണി, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഈ സമയത്ത് അവളെ വേദനിപ്പിക്കാനായിട്ട് പാടില്ല. അവളുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ ഞാനും വെറുതെ ഇരിക്കാനായിട്ട് പോകുന്നില്ല. നിങ്ങൾക്കിട്ടുള്ള പണി ഞാനും തരും, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.